ചരിത്രത്തിലെ ആ നിമിഷം പഴയകാലത്തെ ഒരു സമൂഹത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇന്നത്തെ നമ്മെക്കുറിച്ചുള്ളതുമാണ്. ജനങ്ങളോട് നിരപരാധിയായി യേശുവിനെയാണോ കുറ്റക്കാരനായ ബറാബാസിനെയാണോ വിട്ടയക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ ബറാബാസിനെയാണ് തിരഞ്ഞെടുത്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടിക്കുന്നതാണ്. പക്ഷേ നാം നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ പലപ്പോഴും നാം അതേ തിരഞ്ഞെടുപ്പ് തന്നെയാണ് നടത്തുന്നത്. പ്രതിസന്ധികളിൽ നാം ക്ഷമയ്ക്ക് പകരം കോപം തിരഞ്ഞെടുക്കുമ്പോൾ, വിനയത്തിന് പകരം അഹങ്കാരം തിരഞ്ഞെടുക്കുമ്പോൾ, സത്യത്തിന് പകരം സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം ബറാബാസിനെ വിട്ടയക്കുകയും യേശുവിനെ നിരസിക്കുകയും ചെയ്യുന്നു. ബറാബാസ് നമ്മുടെ തെറ്റായ തീരുമാനങ്ങളെയും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ സ്വാർത്ഥതയെയും പ്രതിനിധീകരിക്കുന്നു. യേശു സ്നേഹത്തെയും ത്യാഗത്തെയും സത്യത്തെയും പ്രതിനിധീകരിക്കുന്നു. എങ്കിലും യേശു നിശബ്ദനായി നിൽക്കുന്നത് നമ്മെ രക്ഷിക്കുവാനായിട്ടാണ്. ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് യേശു ബറാബാസിൻ്റെ സ്ഥാനമേറ്റു എന്നതാണ്. കുറ്റക്കാരൻ സ്വതന്ത്രനായി, നിരപരാധി ശിക്ഷിക്കപ്പെട്ടു. അതിനാൽ ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ബറാബാസിനെയോ യേശുവിനെയോ? ഇന്ന് നമുക്ക് യേശുവിനായി ബുദ്ധിമുട്ടുള്ളതായാലും ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ് നടത്താം. ഓരോ ശരിയായ തിരഞ്ഞെടുപ്പും യേശുവിനെ വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്ഷമയെ തിരഞ്ഞെടുക്കുക, കരുണയെ തിരഞ്ഞെടുക്കുക, സത്യം തിരഞ്ഞെടുക്കുക.